ഹായ് ഹലോ എല്ലാവർക്കും ആരാധൻ ഫ്ലോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് കാണുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിൻ്റെ വീഡിയോ ആണ്. ഞങ്ങൾ വീടിൻ്റെ അതുവഴിയാണ് ആറാട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ആറാട്ടിൻ്റെ ആദ്യം ഒരു ആന കൊടി പിടിച്ച് പോകും. അതിന് ശേഷം ബാക്കിൽ നിന്ന് ചെണ്ട കൊട്ടി ചിഞ്ചി അടിച്ച് ഒരാന വരും. അത് നമ്മളെ മതിലകത്തുള്ള തന്നെ ആനയാണ്. ഇത് സുദർശനയാണ്. മുമ്പ് വരെ മതിലകൻ ദർശിനി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത് സുദർശനയാണ്. അപ്പം മറ്റേത് മതിലകൻ ദർശിനിയും പോകുമായിരുന്നു, സുദർശനയും പോകുമായിരുന്നു. സുദർശനേനെ നടക്കിയിരുത്തിയതൊരു ലക്ഷാദീപത്തിനാണ്. അപ്പം അതിനുശേഷം സുദർശനയും ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ആദ്യത്തെ പോകുന്ന ചടങ്ങുകൾ. ഇങ്ങനെ ഓരോരുത്തർ കൊടി തൂക്കിപ്പോകും. പിന്നെ കുതിര, 6 കുതിര, ഒരുപാട് കുതിര. മുമ്പൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കുതിരകളുണ്ടാവും ആറാട്ടിന് പോകുമ്പോൾ. ഇപ്പം കുതിരയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം കുതിരയുടെ പോവും. പിന്നെ ആന പോവും. ആന ഈ 3 ആന ഫ്രണ്ടിൽ പോകുന്നതാണ്. അതിനുശേഷം ആനകളൊക്കെ പോകുമായിരുന്നു. പിന്നെ ഇപ്പോഴൊന്നുള്ള ആറാട്ടിന് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതുവരെ ഇത് വായിച്ച് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവരിവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വായിക്കത്തില്ല, എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ മാത്രമേ വായിക്കത്തുള്ളൂ. ഇവരിത് വായിച്ച് എപ്പോഴും ഇവരത് ഈ ഒരു ടീമുകാർ വായിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നല്ല രസമാണ്. നേരിട്ട് നിന്ന് കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇതിപ്പം കുട്ടി ഭടന്മാരാണ് ഓലക്കുടയൊക്കെ പിടിച്ച് പോകുന്നത്. അപ്പം ആരാധ്യനും അമ്മമ്മയും അനന്തവും അനുജയും ഒക്കെ നിൽക്കുന്നുണ്ട് ആറാട്ട് കാണാൻ. ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളെ പുറകിലോട്ടൊക്കെ ആൾക്കാരുണ്ട്. ഇന്ന് സൺഡേയും കൂടിയാണ്. അങ്ങോട്ടേക്കാണ് ഇഷ്ടം പോലെ ആൾക്കാരുള്ളത്. അപ്പോൾ പിന്നെ വരുന്നത് പിന്നെ ബാക്കിൽ നിന്ന് 2 കുതിര ഓടി വരും. ആ കുതിരകളാണ് ഇത് രണ്ടും. പിന്നെ ഇതെല്ലാം പത്മനാഭദാസന്മാരാണ്. പത്മനാഭനിൽ വിശ്വാസം അർപ്പിച്ച് അവർ ഭക്തിപൂർവ്വം വരുന്നതാണ് ഇങ്ങനെ നടന്ന്. അപ്പോൾ ആരാധ്യം പറയുന്നുണ്ട് ആൾക്കാർ വരുന്നത് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത്രയും അവൻ കാണുന്നത് ആൾക്കാർ എന്ന് അതുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിത്രയും ഇങ്ങനെ വന്ന് പോകും. ഇതിനിടയിൽ ഇതിപ്പം വാളും പരിചയേന്തിയ ആളാണ് പോകുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ രാജാവുണ്ട്. പച്ച തൊപ്പിയും പച്ച കല്ല് മാലയും ഇട്ട രാജാവാണ്. അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരിക്കുന്നത്, രാജാവാണ് എന്ന്. മുമ്പ് ഉത്രം തിരുനാൾ മഹാരാജാവ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വയ്യാതായ സമയത്ത് കുറച്ച് ദൂരം വരെ നടന്നിട്ട് പിന്നെ ശംഖുമുഖത്ത് പോയാണ് ഭഗവാൻ ആറാടിച്ചിട്ട് പോകുന്നത്. മഹാരാജാവ് നാട് നീങ്ങിയതിന് ശേഷം പിന്നെ അടുത്ത് എടുത്ത ആളാണ് ഇപ്പോൾ ഇരിക്കുന്ന രാജാവ്. ഇതാണ് രാജാവ്. ഈ പച്ച തൊപ്പി വെച്ചിട്ട് പച്ച കല്ലിൽ മാലയിട്ടിട്ട് പോകുന്നതാണ് രാജാവ്. ഇദ്ദേഹം അങ്ങ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട മുതൽ ശംഖുമുഖത്ത് കൊണ്ടുപോയി ഭഗവാൻ ആറാടിക്കുന്നത് വരെ അവിടെ തന്നെ ഉണ്ടാവും. തിരിച്ചെഴുന്നള്ളത്തിന് കണ്ടിട്ടില്ല ഇന്നേ വരെ. അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാവും നടന്ന് പോവാൻ. ഇവർക്കൊക്കെ പാസ് വേണം നടന്ന്. കാരണം എയർപോർട്ടിനകത്തുകൂടിയാണ് പോകുന്നത് ഭഗവാൻ. വർഷത്തിൽ 2 ദിവസം മാത്രമാണ് ട്രിവാൻഡ്രം എയർപോർട്ട് ടേക്ക് ഓഫ് ഇല്ലാതെയും ഇല്ലാതെ കുറച്ച് നേരത്തേക്ക് നിശ്ചലമായിരിക്കുന്ന സമയം വർഷത്തിൽ 2 വട്ടം. അതായത് തുലാത്തിൽ ആറാട്ടും പിന്നെ മീനത്തിൽ ആറാട്ടും. അപ്പോൾ ഇതിപ്പോൾ മീനത്തിൽ ആറാട്ടാണ്. ഭഗവാന്മാരാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തുള്ള ഭഗവാന്മാരാണ് പോകുന്നത്. 3 പല്ലക്കിലേന്തിയാണ് പോകുന്നത്. ഇങ്ങനെ അലങ്കാരം ചെയ്ത് ഇത് കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ 3 പേരെയും കൊണ്ട് നിരത്തിയിരിക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇവരെ പടിഞ്ഞാറേ നട തൊട്ട് ഇങ്ങനെ ഇതിൽ തന്നെയാണ്, മഞ്ചലിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇനി ബാക്കി ക്ഷേത്രങ്ങളിലുള്ള ഇതും കൂടി തിടമ്പും കൂടി നമ്മുടെ ആനപ്പുറത്ത് എഴുന്നള്ളും. അത് ആനപ്പുറത്താണ് എഴുന്നള്ളുന്നത്. വരാഹമൂർത്തി, പിന്നെ
പിന്നെ ഒരുപാട് ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് ശ്രീകണ്ഠേശ്വരം അങ്ങനെ ക്ഷേത്രങ്ങളിലുള്ളവരൊക്കെ തിടമ്പ് ആനപ്പുറത്താണ് വരുന്നത്. ഇത് ഞങ്ങളുടെ തന്നെ വലിയൊരു അഭിമാനവും എന്താ പറയുക, ഭയങ്കര സന്തോഷം. കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ കാണുന്നതാണ്. ഇന്നേ വരെ ഞാൻ ഒരു ആറാട്ട് പോലും മുടക്കിയിട്ടില്ല. ആറാട്ട് മുടങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു സങ്കടം പോലെയാണ്. അപ്പോൾ ആറാട്ടിന് ഭഗവാന്മാർ നമ്മുടെ നടവഴി, നമ്മുടെ റോഡ് വഴി നമ്മളെ കണ്ടു പോകുന്നത് കാണാൻ ഒരു ഭയങ്കര ഒരു മനസ്സിന് കുളിർമയാണ്. അപ്പം ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഇതിൽ കൂടി പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഭഗവാൻ സാധിച്ചു തരുമെന്നുള്ള വിശ്വാസത്തിലാണ്. ഇതുവരെ നമുക്ക് പോകാനുള്ളൊരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല. ഇതാണ് ബാക്കി തിടമ്പേറി വരുന്ന ആനകൾ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ആനകൾക്ക് അവിടെ നിന്ന് ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഫ്രൂട്ട്സ് കൊണ്ടൊന്ന് തണ്ണിമത്തയും പപ്പായ അങ്ങനെ കുറേ ഫ്രൂട്ട്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ആനയ്ക്ക് തന്നെ കൊടുക്കുന്നത് കണ്ടു കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബാക്കി ആന പുറത്ത് ഭഗവാനെ എഴുതണമെന്നുണ്ട്, പ്രാർത്ഥിക്കുകയും വേണം, വീഡിയോ എടുക്കണം. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. കണ്ടോ, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിൽ കൊണ്ടുവന്ന് നടത്തണം. അത്രയ്ക്ക് ഒരു നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന സാധനമാണ്. നമ്മൾ പത്മനാഭ പോയാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടുന്ന സ്ഥലമാണ് പത്മനാഭ ക്ഷേത്രം. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇത് വരാഹമൂർത്തിയുടെ തിടമ്പാണ്. വരാഹമൂർത്തിയുടെ രൂപത്തിലാണ് തിടമ്പിരിക്കുന്നത്. അപ്പം അങ്ങനെ നിന്നപ്പോൾ അടുത്ത് തിടമ്പ് വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു തണ്ണിമത്തെ ഈ ആനയ്ക്കും കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ആന കഴിച്ച്, പക്ഷെ അതിലെത്താൻ പറ്റിയില്ല. ഇനി ബാക്കി അപ്പം ഇത്രയാണ് ഭഗവാന്മാർ തിടമ്പേറി പോകുന്നത്. ബാക്കി ആൾക്കാർ പുറകുനിന്ന് പോകും. അപ്പോൾ ബാക്കിൽ നിന്നുള്ള ശംഖൂതി കൊണ്ട് പോകുന്നുണ്ട്. അപ്പം കേട്ടോ, ഇത്രയ്ക്ക് ആൾക്കാരുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് അവർ ഭയങ്കര ഫെസിലിറ്റീസിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാരണം ആനയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ, എലിഫൻറ്റിൻ്റെ സ്കോളുണ്ട്, പിന്നെ ആംബുലൻസിൻ്റെതുണ്ട്, പോലീസ്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ആനന്ദിനോട് ചോദിക്കുകയാണ്, എണ്ണിയില്ലേ എത്ര കുതിരയെ കണ്ട്, എത്ര ആനയുണ്ടത് പാരതിമ എനിക്ക് അറിയത്തില്ല, ഞാൻ എണ്ണിയില്ല. എണ്ണി അതെന്താ എണ്ണാത്ത? ആംബുലൻസ് വേറെ എന്തിന്? പോലീസ് വണ്ടിയില്ലേ? ആംബുലൻസും പോലീസ് വണ്ടിയില്ലേ? എല്ലാം വരും ഇവിടെ. ഇവിടെ ഇപ്പൊ എന്തിനു കഴിഞ്ഞത് വാവച്ചി? ആറാട്ടും. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പോലീസുണ്ട്, ആംബുലൻസ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.